നമസ്കാരം. ഞാൻ ആനന്ദ കാശിനാഥൻ. ഇന്ന് ഭാഷകളെപ്പറ്റിയും മലയാളത്തിൻ്റെ പ്രയോഗത്തിൽ എനിക്കുള്ള ചില ആശയങ്ങളെപ്പറ്റിയും നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഭാഷ എന്ന് പറയുന്നത് ഒരു ഇനത്തിൻ്റെ അടയാളമാണ്. ഭാഷയാണ് ഒരു ഇനത്തിൻ്റെ സംസ്കാരം നമുക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നത്. ഈ ഇന്ത്യയിൽ ഇതുവരെ 196 ഭാഷകൾ ഇല്ലാതായിട്ടുണ്ട്, ഇല്ലെങ്കിൽ മറിച്ചിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. അതുപോലെ ഇൻ്റർനാഷണൽ ലെവലിൽ എടുത്താൽ 573 ഭാഷകൾ ഇന്ന് കാണാതായിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഷകൾ എങ്ങനെയാണ് അതിൻ്റെ മരണം സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഒരു ഭാഷ ഇല്ലാതാകുന്നത് വെച്ചാൽ, ഒരു ഭാഷയുടെ പ്രത്യേകത നഷ്ടപ്പെടുമ്പോൾ ഭാഷയ്ക്ക് മംഗളുണ്ടാകുന്നു. ആ ഭാഷയെ സംസാരിക്കുന്ന ആൾക്കാരുടെ ആ റേസ് അങ്ങനെ കുറഞ്ഞ് അവസാനം ഇല്ലാതാകുമ്പോഴും ഒരു ഭാഷ ഇല്ലാതാകും. റേസ് ഉണ്ടെങ്കിൽ മാത്രമല്ല ഭാഷ കാണും. അപ്പോൾ റേസ് ഇല്ലെന്നാകുമ്പോൾ, ആ ഇനമേ ഇല്ലെന്നാകുമ്പോൾ ആ ഭാഷയും കൂടെ ഇല്ലാതാകും. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ ലോകത്തിലെ ഏറ്റവും പഴയ 2 ഭാഷകൾ നമ്മുടെ രാജ്യത്തുമുണ്ട്. ഒന്ന് സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭാഷയാണ്. ആ ഭാഷ വളരെ നമ്മുടെ രാജ്യത്തെ സ്വാധീനിച്ച ഒരു ഭാഷയാണ്. പക്ഷേ ഇന്ന് അത് ഒരുപാട് ചുരുങ്ങി ചില 1000 ആൾക്കാർ മാത്രം സംസാരിക്കുന്ന ഭാഷയായിട്ട് അത് ഒതുങ്ങിയിട്ടുണ്ട്. അടുത്ത് തമിഴാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ. അപ്പോൾ ഇതിനു മുമ്പ് സുമേരി എന്നൊരു ഭാഷ ഉണ്ടായിരുന്നു, ആ ഭാഷയും മരണപ്പെട്ടു പോയി. അപ്പോൾ തമിഴാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഒരു പഴയ ഭാഷയായിട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാ ഭാഷയോടും ഭയങ്കര താല്പര്യമുണ്ട്. ഞാൻ അതിന് കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പോഷറാണ്. ജോലി കിട്ടി ഡൽഹിക്ക് പോയപ്പോൾ അവിടെ ബംഗാളീസ്, ഒറിയൻസ്, കന്നഡിയാസ്, തെലുങ്ക് സംസാരിക്കുന്ന, മറാഠി, പഞ്ചാബി, ഇങ്ങനെ എല്ലാ ഭാഷ സംസാരിക്കുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. അതിൽ എസ്പെഷ്യലി ആ സുഹൃത്തുക്കളോട് എനിക്ക് നേരിട്ട് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ ഭാഷയെ കേൾക്കുന്ന ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരു ഭാഷയെ കേൾക്കും തോറും ആ ഭാഷയോട് നമുക്ക് അടുപ്പം ഉണ്ടാകും. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് ലവ്. അപ്പോൾ നമ്മൾ കേൾക്കും തോറും ആ ഭാഷയോട് നമുക്ക് ഒരു സ്നേഹം ഉണ്ടാകും. ആ ഭാഷയുടെ ആ മധുരത്തെ നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങും. അപ്പോൾ അപ്പോൾ ഇപ്പോൾ ഈ ഭാഷയുടെ കണക്കെടുത്ത് നോക്കിയാൽ ലോകത്തിലെ എല്ലാ ഭാഷകളിലും അന്യഭാഷകളിൽ നിന്ന് കടമെടുക്കാറുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഇംഗ്ലീഷ്, ഈ ഇംഗ്ലീഷ് തന്നെ ലാറ്റിനിലിറന്നു, അതുപോലെ ഗ്രീക്കിലിറന്നു, ഒരുപാട് വാക്കുകളൊക്കെ. കാര്യം ഇംഗ്ലീഷ് ഒരു ജൂനിയർ ലാംഗ്വേജാണ്. 1400 വർഷമേ ആയി ഇംഗ്ലീഷ് ഈ ലോകത്തിലേക്ക് വന്നിട്ട്, 1400 വർഷമേ ആയി. പക്ഷേ ബ്രിട്ടീഷ് സംസ്ഥാനത്ത് അവരുടെ ആ സാമ്രാജ്യത്തിൻ്റെ പവർ കൊണ്ടാണ് അത് ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയി. കാര്യം എല്ലാ കോളനീസും, നമ്മൾ ഉൾപ്പെടെ എല്ലാ കോളനീസും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷ് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയി. പക്ഷേ ഇംഗ്ലീഷ് 1400 വർഷമായി. അപ്പോൾ അവർ ഒരുപാട് വാക്കുകൾ ലാറ്റിനിലിருந்து സ്വീകരിച്ചിട്ടുണ്ട്, ഗ്രീക്കിലിருந்து സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ ബേസ് മാത്രമാണ് ആ ഭാഷയിൽ എടുത്ത് അത് പക്കമായിട്ട് അങ്ങനെ ഇംഗ്ലീഷായിട്ട് അത് കൺവെർട്ട് ചെയ്യുക. അതാണ് അതിൻ്റെ പതിവ്. ഇപ്പോൾ ഉദാഹരണത്തിന് ലാറ്റ, LATA, ലാറ്റ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. ഇവർ അതിലിருந்து ഉണ്ടാക്കിയതാണ് ലാറ്ററൽ, ഇല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് ഈ വാക്ക്. അതുപോലെ ಇನ್ನೊಂದು ബോണ, BONA, അതിലിருந்து വന്നതാണ് ബോണഫൈഡ്, ഇല്ലെങ്കിൽ ബോണസ്, ഇല്ലെങ്കിൽ ബൊണാൻസ. ഈ വാക്കുകളൊക്കെ ആ ലാറ്റിൻ വാക്കുടെ ബേസിലിருந்து വന്നതാണ് ഈ വാക്കുകൾ. പക്ഷേ അത് ഇംഗ്ലീഷ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീക്കിലിருந்து അക്കു, AQU, അക്കു, ആ വാക്കിലിருந்து വന്നതാണ് അക്വ, അക്വാറ്റിക്, ഇതുപോലെ വാക്കുകളൊക്കെ. അതേപോലെ ആട്ടോ, AETO, ഓട്ടോയിലെന്ന് വന്നതാണ് ഓട്ടോമൊബൈൽ, ഓട്ടോബയോഗ്രഫി, ഓട്ടോമാറ്റിക്, ഈ വാക്കുകളൊക്കെ വന്നത് അങ്ങനെയാണ്. അതേപോലെ ബിബ്ലിയോങ്കർ ഗ്രീക്ക് വേർഡിലെന്ന് വന്നതാണ് ബിബ്ലിയോഗ്രാഫി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ബേസ് മാത്രമാണ് ആ അന്യഭാഷയിലിருந்து നമ്മൾ എടുത്തിട്ട് അത് നമ്മുടെ ഭാഷയായിട്ട് നമ്മൾ കൺവെർട്ട് ചെയ്യുന്നു. അതാണ് അതിൻ്റെ പതിവ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മലയാളം അതിമനോഹരമായ ഭാഷയാണ്.
ഇറ്റ്സ് എ മ്യൂസിക്കൽ ലാംഗ്വേജ്. കേൾക്കാൻ സുഖമുള്ള ഒരു ഭാഷയാണ്. എത്ര മധുരമായ ഭാഷകൾ വാക്കുകളൊക്കെ നമ്മൾ സംസ്കൃതത്തിലിருந்து സാൻസ്ക്രിറ്റിലിருந்து നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്വാഗത് മലയാളത്തിൽ വരപ്പോൾ സ്വാഗതം മലയാളം വെച്ചിട്ടുണ്ട് നമ്മൾ. അതുപോലെ പുസ്തക്, അത് ഇവിടെ വരപ്പോൾ പുസ്തകം. അതുപോലെ ആത്മാവ്, ജനനം, നമസ്തേ, നമസ്കാരം, നമസ്കാരം, അധ്യാപകൻ. അപ്പോൾ ഇതിൽ ഈ സാൻസ്ക്രിറ്റ് വാക്കുകളൊക്കെ നമ്മൾ മലയാളം ധരിച്ചിട്ടുണ്ട്. കൺവേർട്ടഡ് ഇൻ ടു മലയാളം. അപ്പോൾ അതുകൊണ്ട് ഈ വാക്കുകൾക്ക് ഒരിക്കലും ഒരു കേടും സംഭവിക്കില്ല. കാര്യം അത് സാൻസ്ക്രിറ്റ് ബേസിൽ ഉണ്ടാക്കിയ മലയാള വാക്കുകളാണ്. അപ്പോൾ എനിക്ക് ഉള്ള ഒരേ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് മലയാളത്തിൽ വളരെ സ്പോണ്ടേനിയസ് മിക്സ് ആകുന്നതാണ് എനിക്ക് വിഷമം തരുന്ന ഒരു കാര്യം. ഞാൻ ഇത് പറയപ്പോൾ നിങ്ങളാരും എന്നെ വന്ന് ഇംഗ്ലീഷിക്ക് എതിരാன ആളെന്ന് വിചാരിക്കുക വേണ്ട. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചവനാണ്. ഇംഗ്ലീഷ് ഇപ്പോഴും ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ നടത്തുന്നു, അവിടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ഞാൻ എന്നെക്കാട്ട് 50 വയസ്സ് കൂടുതലുള്ള സ്റ്റുഡൻസൊക്കെ എൻ്റെ പഠിക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനാണ്. അതുമാത്രമല്ല, ഞാൻ ഡൽഹി ആയാലും ബാംഗ്ലൂർ ആയാലും തിരുവനന്തപുരം ആയാലും ഞാൻ വെളിച്ചത്തിലേക്ക് വരുന്നത് എൻ്റെ ഇംഗ്ലീഷ് കൊണ്ട് മാത്രമാണ്. ഇംഗ്ലീഷോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. ഇംഗ്ലീഷ് ഒരു നല്ല ഭാഷയാണ്, നല്ല ലാംഗ്വേജാണ്. അതിൽ എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇംഗ്ലീഷാണ് സംസാരിക്കണം, മലയാളമായിട്ട് സംസാരിക്കണം, തമിഴായിട്ട് സംസാരിക്കണം. ഇതിൽ ഈ മിക്സിങ് പാടില്ല. ഇപ്പം നമ്മൾ ഈ സാൻസ്ക്രിറ്റിലിருந்து സ്വീകരിച്ചിട്ടുള്ള വാക്കുകളൊക്കെ മലയാള വാക്കുകൾ ആയിക്കഴിഞ്ഞു. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെ അല്ല. പക്കമായിട്ട് ആ വാക്കുകൾ തന്നെ നമ്മൾ പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രയാസം വരുന്നത്. അപ്പോൾ ഇപ്പോൾ സാധാരണ വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യാം. റോഡ്, ബ്രഷ്, പേസ്റ്റ്, പെൻസിൽ, ഇങ്ങനൊക്കെ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ തെറ്റില്ല. കാര്യം അത് എല്ലാവർക്കും അറിയുന്ന വാക്കുകളാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കട്ടി വാക്കുകളൊക്കെ നമ്മൾ അതുപോലെ ഇംഗ്ലീഷ് വാക്കുകളെടുത്ത് മലയാളത്തിൽ പ്രയോഗിക്കുമ്പോൾ മലയാളത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, പ്രത്യേകത, ഇൻഡിവിജ്വാലിറ്റി അത് നഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു പേടി. ഇപ്പം ഞാൻ ഇങ്ങനെ പറയപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ പറയുന്ന നീ എന്തുമാത്രം ഇംഗ്ലീഷ് വാക്കുകൾ യൂസ് ചെയ്യുന്നു എന്നോട് ചോദിക്കാം നിങ്ങൾ. പക്ഷേ അതിന് കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മദർ ടങ് തമിഴ് ആയതുകൊണ്ട് സംസാരിക്കപ്പോൾ 10-30 കൊല്ലമായി കേരളത്തിൽ വന്നിട്ട്, എന്നാലും ആ ഭാഷ നമുക്ക് ചിലപ്പോൾ വശപ്പെടാറില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ചില വാക്കുകൾ എനിക്ക് കിട്ടാതെ വരുമ്പോൾ ഞാൻ സ്വിച്ച് ഓവർ ടു ഇംഗ്ലീഷ്. കാര്യം ആ ഫ്ലോ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇംഗ്ലീഷിലേക്ക് മാറുന്നത്. അപ്പോൾ ഇത് എൻ്റെ കഴിവുകേട് കൊണ്ടല്ലാതെ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. കാര്യം എന്നെ സംബന്ധിച്ച് അതത് ഭാഷയെ അതത് രീതിയിൽ സംസാരിക്കണമെങ്കിൽ ഭയങ്കര കോൺസെപ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ വാക്കുകളൊക്കെ സാധാരണ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ കട്ടി വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് വിഷമമുണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളത്തിൽ എന്ത് മനോഹരമായ വാക്കുകളൊക്കെ ഉണ്ട്. ശില്പശാല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് ശില്പശാല. സങ്കല്പം, വർത്തമാനം, ഇതിഹാസം. ഈ ഇതിഹാസം എന്ന് പറഞ്ഞാൽ എപ്പിക്കാണ് നമ്മൾ ഇതിഹാസം എന്ന് പറയുന്നത്. രാമായൺ, മഹാഭാരതം, അതാണ് ഇതിഹാസം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വേറെ ഒരു ശൈലിയിലാണ് ഉപയോഗിക്കുന്നത്. ഫുട്ബോൾ ഇതിഹാസം, മറഡോണ അന്തരിച്ചു എന്ന് പറയുമ്പോൾ വണ്ടർഫുൾ യൂസേജാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. എന്നും കേൾക്കുന്ന വാക്കാണ് പക്ഷേ പക്ഷേங்கிற വാക്കോടെ എനിക്ക് ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്. എന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ സാധ്യത, ബുദ്ധിമുട്ട്, പ്രയാസം, വിതരണം, ഇങ്ങനെ പറഞ്ഞ ഇപ്പോൾ ഇവിടെ തദ്ദേശ തിരഞ്ഞെടുപ്പ്, നല്ല വാക്കില്ലേ അത്? ലോക്കൽ ബോഡി ഇലക്ഷൻ പറയാത്ത എന്താ? തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ വാക്ക് നമ്മൾക്ക് പ്രയോഗിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലോ. അപ്പോൾ ഇതൊക്കെ അതിമനോഹരമായ ഒരു മലയാള വാക്കുകളാണ്. മലയാള വാക്കുകൾക്ക് അത്രയ്ക്ക് ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. അത് കേൾക്കപ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. എസ്പെഷ്യലി ചില സ്ലാങ്, ഈ തൃശ്ശൂർ സ്ലാങ്ങൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര രോമാഞ്ചമാകും. എന്തോ ഒരു മ്യൂസിക്കൽ ലാംഗ്വേജ് ഇറ്റ് ഈസ്. അപ്പോൾ ഈ ലാംഗ്വേജിൽ നമ്മൾ സംസ്കൃതത്തിലിருந்து നമ്മൾ എടുക്കുന്ന വെച്ചാൽ സംസ്കൃതത്തിൽ എടുത്തത് മലയാളമാക്കുന്നത്. സംസ്കൃതം നമ്മുടെ ഇന്ത്യ ഭാഷയാണ്. നമ്മൾ ഒരു സായിപ്പ്മാരുടെ ഭാഷയോ ഒരു അന്യ ഭാഷയെ നമ്മൾ കടമെടുത്ത് ആ ഭാഷയെ തന്നെ അതുപോലെ തന്നെ നമ്മൾ മലയാളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ മലയാളത്തിൻ്റെ പ്രത്യേകത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആശങ്ക എനിക്ക്
ഇന്നല്ല, കാലകാലമായിട്ടുമുണ്ട്. ഞാൻ പല ഫ്രണ്ട്സ് പറയപ്പോൾ അവർ പറയും, നിങ്ങൾ തമിഴന്മാർക്ക് ഹിന്ദി വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ ഭാഷയോട് ഭയങ്കര അഫിലിയേഷനുള്ള ആൾക്കാരെന്ന് പറയും. ഭാഷയോടുള്ള അഫിലിയേഷൻகிறது എല്ലാ ഭാഷയോടും എനിക്ക് അഫിലിയേഷനുണ്ട്. കാര്യം ഈച്ച് ആൻഡ് അതർ ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് ഓൺ എന്ത് പറയാണ് ഐഡൻറ്റിറ്റി. ഈച്ച് ആൻഡ് എവറി ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് ഓൺ മെഗ്നാനിമിറ്റി, സ്വീറ്റ്നെസ് എല്ലാം ഉണ്ട്. എല്ലാ ഭാഷയും അതതിൻ്റെ പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് ഒരു ഭാഷയും മോശം പറയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ ഞാൻ തമിഴനായതുകൊണ്ടോ ഇല്ല ഞാൻ അതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇങ്ങനെ പറയേണ്ടത്. ഏത് ഭാഷയായാലും ഞാൻ പറയാം, ഇന്ത്യൻ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ഇത്ര സ്പോണ്ടേനിയസ് മിക്സ് ആകുന്ന ഒരു ഭാഷ മലയാളം അല്ലാതെ വേറെ ഭാഷ കാണത്തില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ അതുമാത്രമല്ല, മലയാളത്തിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. സ്പോക്കൺ ലാംഗ്വേജിക്കും ലിറ്റററി ലാംഗ്വേജിക്കും വ്യത്യാസമില്ല. സംസാരിക്കുന്ന ഭാഷയ്ക്കും അച്ചടി ഭാഷയ്ക്കും വ്യത്യാസമില്ല മലയാളത്തിൽ. അത് മലയാളത്തിൻ്റെ പ്രത്യേകതയാണ്. നീ എവിടെ പോകുന്നു, അതാണ് നമ്മൾ സംസാരിക്കുന്നത് വെച്ചാൽ. എഴുതുമ്പോഴും നീ എവിടെ പോകുന്നതന്നെ എഴുതും. നീ എന്ത് ചെയ്യുന്നു, മലയാളത്തിൽ എഴുതുമ്പോഴും നീ എന്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷേ തമിഴിൽ അച്ചടി ഭാഷയ്ക്കും സംസാരിക്കുന്ന ഭാഷയ്ക്കും ഒരുപാട് വ്യത്യാസമുണ്ട്. നീ എന്നെ ചെയ്ത് കൊണ്ടിരിക്കായി, ഇത് അച്ചടി ഭാഷ. നീ എന്നെ ചെയ്യற முடிஞ்சு போச்சு, அது ஸ்போக்கன் லாங்குவேஜ். நீ எங்கே போகிறாய், இது அச்சடி பாஷை. நீ எங்கே போகிற, இது ஸ்போக்கன் லாங்குவேஜ். அப்போ தமிழில் தேர் இஸ் அ வைடு கல்ஃப் பிட்வீன் ஸ்போக்கன் லாங்குவேஜ் அண்ட் லிட்ரரி லாங்குவேஜ் அண்ட் அப்போ ഈ ലിറ്റററി ലാംഗ്വേജിൽ ഉള്ള വാക്കുകൾ നിൽക്കും. അത് അഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ട് அதுக்கு ஒரு കേടുപാട് ഒന്നും സംഭവിക്കില്ല. പക്ഷേ മലയാളത്തിൽ സ്പോക്കൺ ലാംഗ്വേജ് അഫീഷ്യൽ ലാംഗ്വേജ്, ഈ സ്പോക്കൺ ലാംഗ്വേജിക്കും റിട്ടൺ ലാംഗ്വേജിക്കും അല്ലെങ്കിൽ സാഹിത്യ ഭാഷയ്ക്കും വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് സ്പോക്കൺ ലാംഗ്വേജിൽ നമ്മൾ ഇംഗ്ലീഷ് കൂടുതൽ പ്രയോഗിക്കുമ്പോൾ അതിനാല് അഫീഷ്യലായിട്ട് മാറുമോங்கிற ഒരു പേടി എനിക്കുമുണ്ട്. കട്ടിயான വാക്കുകളൊക്കെ നമ്മൾ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മലയാളത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നത്. സ്പീക്കർ എത്ര കട്ടിയ വാക്ക്. സ്പീക്കർ പറഞ്ഞു. സ്പീക്കറിങ്ങൾക്ക് സഭാനായകനാണ് തമിഴിൽ പറയുന്നത്. ലോക്സഭ, രാജ്യസഭ, നിയമസഭ അതെൻ്റെ നായകനാണ്, ക്യാപ്റ്റനാണ്. ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ദി ഹൗസ്. സഭാനായകർ തമിഴിൽ പറയുന്നത്. അതുപോലെ ഒരു വാക്ക് മലയാളത്തിൽ കണ്ടുപിടിക്കാനുള്ള പ്രയാസം. സ്പീക്കറുங்கிறது എന്തോ കട്ടി ഇംഗ്ലീഷ് വാക്ക്. അപ്പോൾ ഈ കാലക്രമത്തിൽ ഇനി അടുത്ത തലമുറയുള്ള അടുത്ത തലമുറയ്ക്ക് സ്പീക്കർ എന്ന് പറയുന്നത് മലയാള വാക്കായി പോകും എന്നാണ് എൻ്റെ. അപ്പോൾ സ്പീക്കർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്ക് മലയാള വാക്ക് കൺവേർട്ട് ആകുമ്പോൾ മലയാള വാക്കിൻ്റെ ആ ഒരു പ്രത്യേകത നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അതാണ്. അതുപോലെ പിക്കറ്റിംഗ് ചെയ്തു. പിക്കറ്റിംഗ് എന്ന് പറയുന്നത് എത്ര കട്ടി വാക്കുകളാണ്. പിക്കറ്റിംഗ് ചെയ്തു, റെയ്ഡ് നടത്തി. ഈ റെയ്ഡ് നടത്തി എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ പറയും മിന്നൽ പരിശോധന നടത്തി എന്ന് പറയും. അതിപ്പോൾ പരിശോധന എന്ന് പറയാം, ഇല്ലെങ്കിൽ മിന്നൽ പരിശോധന തന്നെ റെയ്ഡിക്ക് വേറെ യൂസ് ചെയ്യും. അങ്ങനെ വാക്കുകളൊക്കെ ഉള്ളപ്പോൾ എന്തിന് നമ്മൾ ഇംഗ്ലീഷിൽ കടം വാങ്ങി ആ വാക്ക് അതുപോലെ തന്നെ യൂസ് ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഇത് മാത്രമല്ല, ചില വാക്കുകൾ അത്രയ്ക്ക് കട്ടി വാക്കുകളൊക്കെ നമ്മൾ பயன்படுത്തുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ 1999 ബിൽ ക്ലിൻ്റനുക്കെതിരായിട്ട് ഇംപീച്ച്മെൻറ്റ് കൊണ്ടുവന്ന് അമേരിക്കൻ സെനറ്റിൽ. അത് ന്യൂസിൽ പറയപ്പോൾ അന്ന് ഞാൻ ഓഫീസിലുണ്ട്, ദൂരദർശനിലുണ്ട്. അപ്പോൾ ന്യൂസ് എഡിറ്റർ അസിസ്റ്റൻറ്റ് ന്യൂസ് എഡിറ്ററാണ്, അന്ന് ന്യൂസ് ചാർജ്. അപ്പോൾ ന്യൂസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിൽ ക്ലിൻ്റനുക്കെതിരായിട്ട് ഇംപീച്ച്മെൻറ്റ് സെനറ്റിൽ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഈ ഇംപീച്ച്മെൻറ്റിന് വാക്ക് കേട്ടപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി. എത്ര കട്ടി വാക്കാണ്. എത്ര പേർക്ക് ഇംപീച്ച്മെൻറ്റ് അർത്ഥം മനസ്സിലാവും. ഞാൻ നേരെ ന്യൂസ് കഴിഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് ബഹളം കൂട്ടി നിങ്ങൾ എങ്ങനെ ഇത് യൂസ് ചെയ്യാൻ പോയിന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഡിക്ഷണറി നെഗൻഡുകളൊക്കെ നോക്കിയപ്പോൾ ശരിயான വാക്കുകൾ നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ ഏതെങ്കിലും വാക്കുകൾ പ്രയോഗിച്ചാൽ നാളെ അത് വിമർശനം വന്നു കഴിഞ്ഞാൽ, കാര്യം അന്ന് ദൂരദർശൻ മാത്രമേ ഉണ്ട്, വിമർശനം വന്നു കഴിഞ്ഞാൽ നമ്മളതിന് മറുപടി പറയണേ, എന്തിനാ റിസ്ക് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇംപീച്ച്മെൻറ്റ് ആ വാക്ക് അതുപോലെ തന്നെ ഉപയോഗിച്ചെന്നാണ് പുള്ളി മറുപടി പറഞ്ഞത്. അപ്പോൾ ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത് എത്ര കട്ടി വാക്ക്. ചാർജ് മിസ്കോണ്ടക്ട് ഓഫ് എ പേഴ്സൺ ഹു ഈസ് ഹോൾഡിംഗ് പബ്ലിക് ഓഫീസ്. ഒരു പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന മനുഷ്യനെതിരായിട്ട് കൊണ്ടുവരുന്ന ചാർജാണ് മിസ്കോണ്ടക്ട്, ഇംപീച്ച്മെൻറ്റ്. അപ്പോൾ ഈ ഇംപീച്ച്മെൻറ്റ് വാക്കൊക്കെ നമ്മൾ അത് ഒരു ഒന്നോ രണ്ടോ സെൻറ്റൻസ് ആയിട്ട് നീട്ടി കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ. ആ ഇംപീച്ച്മെൻറ്റ് വാക്ക് പറഞ്ഞാൽ എത്ര പേർക്ക്. ദൂരദർശൻ ഈസ് എ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റർ. ആർക്ക് വേണ്ടി ന്യൂസ് കൊടുക്കുന്നത്? മുത്തങ്ങയിൽ ഇറക്കുന്ന മുത്തശ്ശിക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ന്യൂസ് കൊടുക്കുന്നത്. അവർക്ക് പോയി ഇംപീച്ച്മെൻറ്റ് പറഞ്ഞാൽ അവർക്ക് എങ്ങനെ മനസ്സിലാവും? അപ്പോൾ ഈ ന്യൂസ് കൊടുക്കേണ്ട കാര്യം എന്താ? ദൂരദർശനിലേക്ക് അതിൻ്റെ കടപ്പാടില്ലേ? ഇതാണ് അന്ന് ഞാൻ ചോദിച്ച ചോദ്യം, ഇന്നും അതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ദൂരദർശൻ തുടങ്ങിയ കാലത്തിൽ ന്യൂസ് വാർത്ത
ന്യൂസ് അവസാനിപ്പിക്കുമ്പോൾ വാർത്തകൾ അവസാനിപ്പിച്ചെന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പ്രൈവറ്റ് ചാനലൊക്കെ വന്നു കഴിഞ്ഞ ശേഷം വാർത്ത എന്ന് പറയുന്നത് വാർത്ത ബുള്ളറ്റിനായിപ്പോയി. എവിടെ ഈ ബുള്ളറ്റിൻ വന്നു? ബുള്ളറ്റിൻ എന്താ എത്ര കട്ടി ഇംഗ്ലീഷ് വാക്ക്? വാർത്ത അവസാനിപ്പിച്ച് ഞാൻ പണ്ട് ഞാൻ ഓർമ്മയുണ്ട്, ആകാശവാണിയിലെ വാർത്തകൾ വായിക്കുന്നത് രാമേന്ദ്രൻ. അത് ഇപ്പോഴും സ്റ്റിൽ ഇറ്റ് റിങ്ങിങ് ഇൻ മൈ ഇയേഴ്സ്. അത്ര മനോഹരമായിട്ട് ന്യൂസ് വായിക്കും അദ്ദേഹം. വാർത്തകൾ വായിക്കുന്നത് രാമേന്ദ്രൻ. അപ്പോൾ വാർത്തകൾ അവസാനിപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നാണ് ചിലപ്പോൾ ആ യൂസേജ് തെറ്റാർക്കാം. എനിക്ക് ഐ എം നോട്ട് ഷ്യൂർ. കാര്യം പക്ഷെ പണ്ട് വാർത്തകൾ അവസാനിപ്പിച്ചെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് അത് വാർത്ത ബുള്ളറ്റിനായത്. അപ്പോൾ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ഇംഗ്ലീഷ് വാക്കുകൾ, മലയാള വാക്കുകൾ ഉള്ളപ്പോൾ പോലും നമ്മൾ ഇംഗ്ലീഷ് വാക്ക്. അതുപോലെ പണ്ട് ദൂരദർശൻ മാത്രം ഇരുന്നപ്പോൾ സ്പോർട്സ് ന്യൂസുക്ക് കളിക്കളം എന്നാണ് അവർ ക്യാപ്ഷൻ കൊടുക്കും. കളിക്കളം ക്യാപ്ഷൻ കൊടുത്തിട്ട് ന്യൂസ് വായിക്കാൻ പറയും അടുത്ത് കളിക്കളം എന്ന് പറയും, ഇല്ലെങ്കിൽ കായിക ലോകം എന്ന് പറയാം. ഇപ്പോൾ കളിക്കളമുമില്ല, കായിക ലോകമില്ല, അടുത്ത് സ്പോർട്സ്. എന്ത് പറ്റി? അടുത്ത് സ്പോർട്സ്. കളിക്കളം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇല്ലെങ്കിൽ അടുത്ത് കായിക ലോകം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പോൾ നമുക്ക് നല്ല നല്ല മലയാള വാക്കുകൾ ഇരുന്നിട്ട് പോലും നമ്മൾ അത് യൂസ് ചെയ്യാതെ ആ ഇംഗ്ലീഷിലുള്ള വാക്കുകൾ അതുപോലെ എടുത്ത് പ്രയോഗിക്കുന്നത് അത്ര ഒരു അഡ്വൈസബിളായിട്ട് ഞാൻ ഫീൽ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇത്. ആ കാരണം എന്ന് വെച്ചാൽ ഈ കാലക്രമത്തിൽ ഇപ്പോൾ കളിക്കളങ്ങ വാക്ക് നമുക്കറിയാം, ചിലപ്പോൾ അടുത്ത തലമുറയ്ക്ക് കൂടെ അറിയാൻ പറ്റും. ഇനി 3ാவது 4ാவது തലമുറ വരപ്പോൾ അവർക്ക് ഈ കളിക്കളങ്ങ വാക്കേ അവർക്ക് അറിഞ്ഞൂടാ. അവർ സ്പോർട്സിൻ്റെ വാക്ക് മലയാളമാക്കും, സ്പോർട്സ് മലയാളമാകും. അപ്പോൾ മലയാളത്തിൻ്റെ പ്രത്യേകത നഷ്ടപ്പെടും. അതാണ് എൻ്റെ ഒരു പേടി. അതാണ് ഒരു ഭാഷയുടെ, അത് മലയാളത്തെ പോലെ ഒരു ദ്രാവിഡ ഭാഷ, ഇത്ര റിച്ച് ലാംഗ്വേജ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ മറ്റേ സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് നേരിട്ട് കേട്ടിട്ടുണ്ട്, യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്, ടി വിയിൽ കേട്ടിട്ടുണ്ട്. ഒരു അക്ഷരം പോലും ഇംഗ്ലീഷ് വാക്ക് പുള്ളി യൂസ് ചെയ്യാറില്ല. അതുപോലെ നാരണത്ത് ഭ്രാന്തൻകിற കവിതയെ മധുസൂദൻ നായർ അദ്ദേഹം പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എന്താ മനോഹരമായ കവിതയാണ്. അതിൽ ഒരു വാക്ക് ഇംഗ്ലീഷ് വാക്ക് പറയും, കണ്ടുപിടിക്കൂ. എഴുത്തച്ഛൻ തൊട്ട് ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ മലയാള ലിറ്ററേച്ചറിലുള്ള കവി വള്ളത്തോളാകട്ടും കുമാരനാശനാകട്ടും ഇല്ലെങ്കിൽ ഉള്ളൂർ പരമേശ്വരയ്യരാകട്ടും അവരുടെ കൃതികളിൽ അല്ലെങ്കിൽ അവരുടെ ലിറ്ററേച്ചറിൽ ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇംഗ്ലീഷ് ഇല്ലാതെ മലയാളമായിട്ട് സംസാരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. പക്ഷേ ഇതിപ്പോൾ ഈ ചാനലുകളുടെ കോൺട്രിബ്യൂഷൻ ഇത് ഒരുപാട് കൂടിപ്പോയങ്ങനെ ഒരു ഫീലിംഗ് എനിക്കുള്ളതാണ്. ഈ ന്യൂസിൽ ഈ ഇംഗ്ലീഷ് വാക്കുകൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുമ്പോൾ അത് കാലക്രമത്തിൽ അത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിപ്പോവും. എല്ലാവർക്കും മനസ്സിലാകില്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാകുന്നത് വേറെ. പക്ഷേ ഒരു ഭാഷയുടെ ഇൻഡിവിജ്വാലിറ്റി ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ ന്യൂസിലൊക്കെ ചില യൂസേജ് എനിക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന അത്രയ്ക്ക് കാണും. ഉദാഹരണത്തിന് ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ. അപ്പോൾ ഇത് തമിഴിൽ ഞങ്ങൾ ക്വാർട്ടർ ഫൈനൽ കാലിറുതി ആട്ടം, സെമി ഫൈനൽ അരയിറുതി ആട്ടം, ഫൈനൽ ഇറുതിയാട്ടം എന്നാണ് തമിഴിൽ പറയാറുണ്ട്. ഇവിടെ വന്ന് ഇപ്പോൾ ക്വാർട്ടർ ഫൈനലും ഇല്ല, സെമി ഫൈനലും ഇല്ല. ഇന്ത്യ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടറിൽ പ്രവേശിച്ചു എന്തൊരു യൂസേജാ അത്? ഇന്ത്യ സെമിയിലെത്തി. സെമിയിലെത്തി? അപ്പോൾ ഇത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് എ ഗുഡ് യൂസേജ്. ശരിയാണ് യൂസേജ് അല്ല. ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ചാനലുകളാണ്. എല്ലാ ചാനലും, ദൂരദർശൻ ഉൾപ്പെടെ സകല ചാനലുകളും ഇതാണ്. ഇപ്പോൾ ഇങ്ങനത്തെ വാക്കുകളാണ്, സെമിയിലെത്തി, ക്വാർട്ടറിൽ പ്രവേശിച്ചു, ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയുന്നതാണ്. നമ്മൾ വിചാരിച്ചാൽ എല്ലാത്തിനും മലയാള വാക്കുകൾ കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ആദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് ലവ്. കേൾക്കും തോറും ആ വാക്കുകൾ നമുക്ക് വളരെ മധുരമായിട്ട് തോന്നും. അതാണ് അതിലുള്ള സത്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കീ ഹോൾ സർജറി ഇവിടെ വന്നിട്ട് ആ ടെക്നോളജി ഇവിടെ വന്നിട്ട് ഒരു 20 വർഷം ആയിക്കാണും, അത്രയെല്ലാം ആയിക്കാണും. ഈ കീ ഹോൾ സർജറി അത് എന്ത് മനോഹരമായിട്ട് അത് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്. കീ താക്കോൽ, ഹോൾ ദ്വാരം, സർജറി ശസ്ത്രക്രിയ.
താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. വളരെ ബ്യൂട്ടിഫുൾ ട്രാൻസ്ലേഷൻ ഇറ്റ് ഈസ്. എന്തൊരു മനോഹരമായ പ്രയോഗമാണ്. കേൾക്കപ്പോൾ തന്നെ ഒരു സുഖമില്ലേ നമുക്ക്? ഇതുപോലെ എത്ര മധുരമായ വാക്കുകളൊക്കെ നമുക്ക് ഈ ഇംഗ്ലീഷ് വരുന്നത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം തോന്നുന്നത്. അതുപോലെ ഈ ഫോഡർ സ്കാം എന്ന് പറയുന്നത് ഇപ്പോൾ ലല്ലു പ്രസാദ് ഭാഗത്ത് കിടക്കുന്നില്ലേ, അതാണ് 950 കോടി ഫോഡർ സ്കാമാണ്. അതിൽ കന്നുകാലി തീറ്റ കുംഭകോണം. കുംഭകോണം എന്ന വാക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യൂസേജ് ഞാൻ കേൾക്കുന്നത്. തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എല്ലാ വാക്കുകളും ഇത് ഇപ്പോൾ ഈ ഫെനാറ്റിസിസം എന്നൊന്നും പറയാൻ വേണ്ടിയ കാര്യമൊന്നുമില്ല. ഒരു ഭാഷയുടെ അതിൻ്റെ പ്രത്യേകത നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് എല്ലാ മനസ്സിലും ഉള്ള ഒരു കാൺസെപ്റ്റ് തന്നെ. പക്ഷേ നമ്മളിവിടെ ഈസി ഗോയിങ് ആയിട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മളതൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറില്ല. ഞാൻ ഒരു VJT ഹാളിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു. അതിൽ നമ്മുടെ ONV സാർ അന്ന് പങ്കെടുത്തു. അപ്പോൾ ONV സാർ പങ്കെടുത്തപ്പോൾ ONV സാർ പറഞ്ഞു, അപ്പോൾ തമിഴിക്ക് ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് കിട്ടിയ സമയമാണ്. അപ്പോൾ ONV സാർ പറഞ്ഞു, തമിഴിക്ക് ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് കിട്ടി, ഇനി മലയാളത്തിക്ക് എന്ന് കിട്ടും അറിഞ്ഞൂടാ. തമിഴിൽ പുള്ളി പറഞ്ഞതാണ്, ലോകത്തിലെ ഏതെങ്കിലും ഒരു സാധനം ഇന്ന് കണ്ടുപിടിച്ചാൽ തമിഴന്മാർ നാളെ അതിൻ്റെ ഒരു വാക്ക് കണ്ടുപിടിച്ചേക്കും തമിഴിൽ. പുള്ളി പറഞ്ഞതാണ്. അത് ഒരേതിക്ക് ശരിയാണ്. കമ്പ്യൂട്ടർ വന്ന ഉടനെ ഒരു മാസം പോലും ആയില്ല, ഗണനിന്ന് ഒരു വാക്ക് കണ്ടുപിടിച്ചു. കമ്പ്യൂട്ടർ വന്നിട്ട് ഗണനി. ലാപ്ടോപ്പ് വന്ന ഉടനെ തന്നെ അവർ കണ്ടുപിടിച്ചു, മടി ഗണനീന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെ ഒന്നുകൂടി അതിപ്പോൾ ആദ്യം തുടക്കത്തിൽ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അല്പം സ്ട്രേഞ്ചാக തോന്നിയാലും ഇപ്പോൾ വളരെ വി ആർ യൂസ്ഡ് ടു ഇറ്റ്. അതില്ലേ, ഇപ്പോൾ പേருந்து ബസ് സ്റ്റാൻഡിലൊക്കെ പേருந்து നിലയം എന്നാണ് ബോർഡ് വെച്ചിട്ടുണ്ട്. പേരുந்துன்னு വെച്ചാൽ ബസ്, ചിറ്റുந்துன்னு വെച്ചാൽ മിനി വേൻ, ഇതെല്ലാം മഹിഴുந்துன்னு വെച്ചാൽ കാർ. ഇപ്പോൾ ഒന്നുകൊണ്ടൊക്കെ ഒരു പേരുണ്ട്. അഫീഷ്യലായിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തമിഴ് സ്പോക്കൺ ലാംഗ്വേജിക്കും അഫീഷ്യൽ ലാംഗ്വേജ് റിട്ടൺ ലാംഗ്വേജിക്കും സാഹിത്യ ഭാഷയ്ക്കുമുള്ള ഭയങ്കര വ്യത്യാസം ഉള്ളത് കൊണ്ട് അഫീഷ്യലായിട്ട് ആ ഭാഷകൾ നിലനിൽക്കുന്നു. മലയാളത്തിലെ സ്പോക്കൺ ലാംഗ്വേജിക്കും സാഹിത്യ ഭാഷയ്ക്കും വലിയ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് ഈ ഇംഗ്ലീഷുകൾ അങ്ങനെ നിലച്ച് നിന്നു പോകുന്ന ഒരു അപ്രിഹെൻഷൻ, ഒരു പേടിയാണ് എൻ്റെ മനസ്സിലുള്ളത്. ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റാകാം. എൻ്റെ കാൺസെപ്റ്റ് ചിലപ്പോൾ ഞാൻ പറയുന്നത് ഇല്ല ഇത് ഇങ്ങനെയല്ല, ഒരു ഭാഷ ഇങ്ങനെ ഇംഗ്ലീഷ് പറയുന്നത് തെറ്റൊന്നുമില്ലെന്ന് അങ്ങനെ പറയുന്ന ആൾക്കാരും കാണും, അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി, നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റ് ചെയ്യണം. അത് തെറ്റ് എൻ്റെ സൈഡ് ഉണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്ത് കൊള്ളാം. കാര്യം എന്ന് വെച്ചാൽ 30 വർഷമായിട്ട് ഞാൻ എന്നും കേൾക്കുന്ന സംസാരിക്കുന്ന ഭാഷയാണ് മലയാളം. അപ്പോൾ ആ ഭാഷയോടെ എനിക്ക് അത്രയ്ക്ക് ബഹുമാനവും അത്രയ്ക്ക് ആ ഭാഷയെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ ഫീലിംഗ് ഇന്നലെ വന്നതല്ല. 88 എന്ന് ഇവിടെ കാലുകുത്തിയ അന്ന് മുതലേ ഈ ഫീലിംഗ് എത്ര പേരോടെ ഞാൻ ഈ മാറ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? ചിലർ ഞാൻ പറയുന്നത് ശരി തന്നെ പറയും, ചിലർ പറയുന്നത് നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ഇവിടെ എല്ലാവർക്കും എല്ലാ കാര്യം മനസ്സിലാകുന്നില്ല. എല്ലാവർക്കും എല്ലാ കാര്യം മനസ്സിലാകുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാഷയുടെ പ്രത്യേകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ലോങ് റണ്ണിൽ ആ ഭാഷയ്ക്ക് ദോഷം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് വിചാരിച്ചു. അത് ഇപ്പോൾ ഈ കാര്യത്തെ പറ്റിയ കമൻസൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ വേറെ ഒരു തലക്കെട്ടിൽ നമ്മൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.